ഇന്ന് ജീവിതത്തിൽ എനിക്ക് ഒരുപാട് പ്രഷ്യസ് ആയിട്ടുള്ള ഒരു ദിവസമാണ്. ഇന്ന് ഒരു ചെറിയ സ്പാർക്ക്, എനിക്ക് ഒരുപാട് പേർക്ക് മോട്ടിവേഷൻ ആവാൻ പറ്റുന്ന ഒരു സ്പാർക്ക് എനിക്ക് കിട്ടിയ ഒരു ദിവസമാണ്. അപ്പം അത് നമ്മൾ സ്നേഹിക്കുന്ന സമയത്ത്, ഒരുപാട് ഒരാളെ നമ്മൾ സ്നേഹിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരുപാട് ഒരാൾ മാത്രം ജീവനാക്കി ജീവിതകാലം മൊത്തവും നമുക്ക് വേണമെന്നൊക്കെ തോന്നി നമ്മൾ തീരുമാനം എടുക്കുന്ന ഒരു സന്ദർഭവും, അല്ലെങ്കിൽ അതിനെ പ്രതീക്ഷിച്ച് നമ്മൾ ഒരുപാട് അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നതും ഒക്കെ ഉള്ള ഒരു സന്ദർഭം എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെ ഉണ്ടായിട്ട് ആ ഒരു സിറ്റുവേഷൻ ചിലപ്പം നമുക്ക് യഥാർത്ഥ അല്ലെങ്കിൽ നമുക്ക് നേരായിട്ടുള്ള ഒരു പാർട്ണറെ അല്ല നമ്മൾ തിരഞ്ഞെടുക്കുന്നതെന്നുണ്ടെങ്കിൽ കുറെ നാൾ കഴിയുമ്പോൾ നമുക്ക് അത് ഭയങ്കര ഒരു സിറ്റുവേഷനിലോട്ട് കൊണ്ടു നിർത്തും. അപ്പൊ അതിനെ എങ്ങനെ ഓവർകം ചെയ്യാം എന്നാണ് ഞാൻ ചെറിയ രീതിയിലൊന്ന് പറയാൻ പോകുന്നത്. അപ്പൊ അത് ഓരോരുത്തരുടെയും ആദ്യം വേണ്ടത് അതിനെ നമ്മൾ മൈൻഡിലോട്ട് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മനസ്സ് വേണം എന്നുള്ളത് തന്നെയാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം. നമ്മൾ ഒരാളെ സ്നേഹിക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും നമ്മൾ ഏറ്റവും പവർഫുൾ ആയിട്ടാണ് സ്നേഹിക്കുന്നത്, ജീവിതകാലം മൊത്തവും നമുക്ക് കൊടുക്കുന്ന പോലെ സ്നേഹം വേറൊരാൾ, നമ്മൾ കൊടുക്കുന്ന പോലെ ഒരു സ്നേഹം വേറെ ആർക്കും അയാൾക്ക് കൊടുക്കാൻ പറ്റില്ല എന്നൊക്കെ തോന്നിയ ഒരു സിറ്റുവേഷൻ, അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അങ്ങനെ തോന്നിയൊരു സിറ്റുവേഷൻ ഉണ്ടാവും. അപ്പം നിങ്ങൾ തിരിച്ച് ചിന്തിച്ചു നോക്കിക്കേ. അപ്പം നമ്മളാണ് അതിന്റെ ക്രിയേറ്റർ. അത്രയും പവർഫുള്ളായിട്ട് നമ്മൾ സ്നേഹിക്കാൻ, ഒരാളെ സ്നേഹിക്കുന്നതിന്റെ ക്രിയേഷൻ എവിടെ നിന്നാണ് തുടങ്ങി, ആ ക്രിയേഷൻ എവിടെ നിന്നാണ് തുടങ്ങി, നമ്മുടെ ഹൃദയത്തിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലെ ചിന്തകളിൽ നിന്നാണ്. അത്രയും പവർഫുള്ളായിട്ട് അയാളെ സ്നേഹിക്കാൻ പറ്റും എന്ന് പറയുന്നത്. ഒരാളെ സൂപ്പർ ഹീറോയും ഒരു സൂപ്പർ ഹീറോയിനും ഒക്കെ ആക്കുന്നത് നമ്മുടെ മനസ്സാണ്. അപ്പം തിരിഞ്ഞൊന്ന് ചിന്തിച്ചു പോയി കഴിഞ്ഞാൽ അവർക്ക് തിരിച്ചു നോക്കുമ്പം അവരൊരു സൂപ്പർ സ്റ്റാർ ആയിട്ടിരിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന്റെ ക്രിയേറ്റിവിറ്റിയാണ്. അപ്പൊ ആ ക്രിയേറ്റിവിറ്റി ശരിക്കും ഡയറക്ടറാണ് അല്ലെ. ആ ഡയറക്ടറാണ് ഒരു ഹീറോയിനെ ഉണ്ടാക്കുന്നത്. അപ്പൊ ആ ഹീറോയിനെ നമുക്ക്, അല്ലെ ഹീറോയെ ഒന്ന് മാറ്റി ചിന്തിച്ച് നോക്കിക്കേ. ഡയറക്ടർ എപ്പോഴും ഒരാൾ തന്നെ ആയിരിക്കണം. അപ്പം സ്റ്റാർസ് മാറി വരും, സ്റ്റാർസും ഹീറോയിൻസും ഒക്കെ മാറി വരും. പക്ഷെ സൂപ്പർ ഹീറോസ് അല്ലെങ്കിൽ സൂപ്പർ ഹീറോയിൻസ് സൃഷ്ടിക്കുന്ന ഡയറക്ടറായി മാറുക നമ്മൾ. അപ്പം നമ്മളാണ് ഒരാളെ അത്രയും പീക്ക് ലെവലിൽ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അയാളല്ലാതെ നമ്മൾ മാറ്റി ചിന്തിക്കാൻ പലപ്പോഴും പറ്റാത്തടത്താണ് നമ്മൾ മൈനസ് ആയി പോകുന്നത്, നെഗറ്റീവ് ആയി പോകുന്നത്. നമ്മളെപ്പോഴും ഒന്ന് മാറ്റി ചിന്തിച്ചിട്ട് അവരിൽ നിന്ന് മാറ്റി വേറൊരാളെ നമുക്ക് സൂപ്പർ സ്റ്റാർ ആക്കാൻ പറ്റും. കാരണം അവർ സൂപ്പർ സ്റ്റാർ ആയത്, സൂപ്പർ ഹീറോയിൻ ആയത് നമ്മുടെ സ്ക്രിപ്റ്റ് കൊണ്ടാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏതൊരാളെയും സൂപ്പർ സ്റ്റാറോ അല്ലെ സൂപ്പർ ഹീറോയിൻ ആക്കാം അല്ലേ. ഇത് തന്നെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് പ്രയോഗിച്ചു നോക്കിയേ. നിങ്ങൾ ഒരുപാട് ടോർച്ചർ ചെയ്ത ഒരു സിറ്റുവേഷനിൽ നിന്ന് മാറാൻ പറ്റുന്ന ഒരു കഥയാണ്. ശരിക്കും ചിന്തിച്ച് ഒന്ന് പ്രവർത്തിച്ച് നോക്കണം. ഇതിലും സിമ്പിളായിട്ട് ആരും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതുമില്ല.